മനസാക്ഷിയെ ഒന്നടങ്കം നടുക്കിയ സംഭവമായിരുന്നു ഷാരോൺ വധക്കേസ്. കഷായത്തിൽ വിഷം കലർത്തി ഷാരോണിനെ കാമുകിയായിരുന്ന ഗ്രീഷ്മ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഗ്രീഷ്മയെ കൂടാതെ അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മലകുമാരനും ഗൂഢാലോചന കേസിൽ പ്രതികളാണ്. വിഷം കൊടുത്തതിനും കൊലപാതകത്തിനും അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമിച്ചതിനുമുള്ള കുറ്റങ്ങളാണ് ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 2ഉം 3ഉം പ്രതികളായ അമ്മയ്ക്കും അമ്മാവനുമെതിരെ തെളിവ് നശിപ്പിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത്. 2022 ഒക്ടോബർ 14-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഷാരോണും ഗ്രീഷ്മയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു. ഇതിനിടെ ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹാലോചന വരികയും അത് ഉറപ്പിക്കുകയും ചെയ്തു. ഇതോടെ ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ കണ്ടെത്തിയ വഴിയായിരുന്നു ജ്യൂസ് ചലഞ്ച്. വിദഗ്ധമായി പാരസെറ്റമോൾ കലർത്തിയ ജ്യൂസ് ഷാരോണിനെ കൊണ്ട് കുടിപ്പിച്ചു. ദേഹാസ്വാസ്ഥ്യം ഉണ്ടായെങ്കിലും പക്ഷേ ഷാരോൺ രക്ഷപ്പെട്ടു. പിന്നീടാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകിയത്. തുടർന്ന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായ ഷാരോണിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. 11 ദിവസം ചികിത്സയിലായിരുന്ന ശേഷമാണ് ആന്തരിക അവയവങ്ങൾ തകർന്ന് ഷാരോൺ മരണപ്പെട്ടത്. അതേസമയം മജിസ്ട്രേറ്റ് നൽകിയ മരണമൊഴിയിൽ ഗ്രീഷ്മയ്ക്കെതിരെ ഷാരോൺ ഒന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ സുഹൃത്തിനോടും അച്ഛനോടും ഗ്രീഷ്മ ചതിച്ചെന്ന് ഷാരോൺ പറഞ്ഞെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ഷാരോണിന്റെ മരണശേഷം നിയോഗിച്ച പ്രത്യേക സംഘത്തിന് ഫോറൻസിക് ഡോക്ടർ കൈമാറിയ ശാസ്ത്രീയ തെളിവുകളാണ് കേസിൽ നിർണായകമായത്. ശേഷം പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മ കുറ്റം സമ്മതിക്കുകയായിരുന്നു. തെളിവുകൾ നശിപ്പിച്ചതിനാണ് ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെയും അമ്മാവനെയും കേസിൽ പ്രതി ചേർത്തത്. കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ കേസിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഗ്രീഷ്മ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. പിന്നീട് 1 വർഷം ജയിലിൽ കിടന്ന ശേഷമായിരുന്നു ജാമ്യത്തിൽ ഇറങ്ങിയത്. 2023 ജനുവരി 25-നാണ് കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. കേരളത്തിൽ വിചാരണ നടത്താൻ കഴിയില്ലെന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളിയതോടെയാണ് കുറ്റപത്രം നൽകിയത്. 2024 ഒക്ടോബർ 15-ന് തുടങ്ങിയ വിചാരണ 2025 ജനുവരി 3-നാണ് അവസാനിച്ചത്. 95 സാക്ഷികളെയാണ് കേസിൽ കോടതി വിസ്തരിച്ചത്. ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഗ്രീഷ്മ 22-ാം വയസ്സിലാണ് കൃത്യം നടത്തിയത്. ഗ്രീഷ്മയ്ക്കെതിരെ പ്രോസിക്യൂഷൻ ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. വിഷത്തിന്റെ പ്രവർത്തന രീതി കൊലപാതകം നടത്തിയ ദിവസം രാവിലെ ഗ്രീഷ്മ ഇന്റർനെറ്റിൽ തിരഞ്ഞിരുന്നു. ഇതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചത്. പാരാക്വാറ്റ് എന്ന കളനാശിനിയുടെ മനുഷ്യ ശരീരത്തിലെ പ്രവർത്തന രീതിയും വിഷം അകത്തു ചെന്നാൽ ഒരാൾ എത്ര നേരം കൊണ്ട് മരണപ്പെടുമെന്നാണ് ഗ്രീഷ്മ ഇന്റർനെറ്റിൽ തിരഞ്ഞത്. ഇത് ഗ്രീഷ്മയുടെ ഫോണിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതാണ് കോടതിയിൽ സമർപ്പിച്ചത്.